ഹലോ ഫ്രണ്ട്സ്, പണ്ട് കാലത്ത് വരിക്കച്ചക്ക വെട്ടിക്കഴിക്കുമ്പോൾ ആ വീട്ടിൽ പല്ലില്ലാത്ത വയസ്സ് എന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, എങ്കിലും വായിലിട്ടാൽ അലിഞ്ഞു പോകും. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. എന്നാൽ ചക്ക വെട്ടാൻ ഇന്ന് പലർക്കും അറിയില്ല, ബുദ്ധിമുട്ടാണ്. എന്നാൽ എളുപ്പം വെട്ടാൻ ഇതുപോലെയുള്ള മുനയുള്ള ഒരു കത്തി ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ചക്കയുടെ കറയൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യാം. കത്തിക്ക് നല്ല മുനയുള്ളത് കൊണ്ട് തന്നെ ഒറ്റ കീറിൽ മുറിച്ചെടുക്കാം. ഓരോരുത്തർ വലിയ വലിയ വെട്ടുകത്തിയും കത്താളും ഒക്കെ ഇട്ടാണ് ഈ ചക്ക മുറിക്കുന്നത്. ഇത് നമ്മളെ കത്തിക്ക് നല്ല മുനയുള്ള കത്തി ആയതുകൊണ്ടാണ് നമ്മൾ നല്ലതുപോലെ മുറിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ എണ്ണയും കൂടെ തേച്ച് കൊടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് ചക്ക മുറിച്ചിടുമ്പോൾ എന്തായാലും നമ്മൾ അറിയാതെ ചക്കച്ചുള കഴിച്ചു പോകും. അത് സ്വാഭാവികം. ഇനി നമുക്ക് ഈ ചക്കയുടെ കുരു എല്ലാം ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. ചക്കക്കുരു വെച്ച് തന്നെ ഒരുപാട് പാചകങ്ങളുണ്ട്, അത് നമുക്കെല്ലാം വഴിയെ കാണാം. ഇനിയിപ്പം ഈ ചക്ക ഇതുപോലെ ഇതിപ്പം ഇത്ര ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്കിടാം. അത് വേവുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും. പണ്ടുള്ള ആളുകളെല്ലാം കൂടുതലും കഴിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ആഹാരമാണ്. ചക്കക്കുരു, മാങ്ങ, ചേമ്പ്, ഇതൊക്കെയാണ് പണ്ടുള്ള ആളുകൾ കഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് ചിക്കനും മട്ടനിലോട്ടും ഒക്കെ കയറി വിഷമുള്ള പച്ചക്കറികളിലേക്കും ആളുകൾ നീങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ നമ്മുടെ തരാതരം പോലെ ഇഷ്ടത്തിനൊക്കെ ഇട്ട് കൊടുക്കുക. കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ചേർക്കുമ്പോൾ നമ്മൾ ചില ചക്കയ്ക്കൊക്കെ നല്ല മധുരം കാണും, ചില ചക്കയ്ക്കൊക്കെ മധുരം കുറവായിരിക്കും. അതനുസരിച്ചാവണം നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുമ്പം അതനുസരിച്ചുള്ള മധുരത്തിനുള്ള ശർക്കരയോ പഞ്ചസാരയോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ഇഡലിത്തട്ടോ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു പാത്രവും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇതുപോലെ ആവി കയറ്റാൻ പരുവത്തിന് ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത ചക്കക്കൂട്ടെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ വലിയ താമസമൊന്നുമില്ല, 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു അടപ്പെടുത്ത് അടച്ചു കൊടുത്ത് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണവും സ്വാദും ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പല്ലില്ലാത്തവർ മാത്രമല്ല, പല്ലുള്ളവരായിരിക്കും ഇത് കൂടുതൽ കഴിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയിപ്പം വരിക്കച്ചക്ക വെട്ടുമ്പോൾ പല്ലില്ലാത്ത ആളുകൾ നോക്കിയിരിക്കണ്ട, ഇതുപോലെ അവർക്കും ചെയ്തു കൊടുക്കാം, നമുക്കും കഴിക്കാം. ഇത് കണ്ട നല്ല സോഫ്റ്റ് ആണ്. കണ്ട വായ